വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മേപ്പാടി പഞ്ചായത്ത് 3-ാം വാർഡിലെ നത്തംകുനി ട്രൈബൽ സെറ്റിൽമെന്റിലെ 139 വീടുകളിൽ പണി പൂർത്തിയായിട്ടും ആളുകൾ താമസിക്കാനെത്താത്തത് റിപ്പോർട്ടർ കഴിഞ്ഞ ദിവസം വാർത്തയാക്കിയിരുന്നു. റിപ്പോർട്ടർ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി OR കേളു നത്തംകുനി സന്ദർശിക്കാൻ എത്തുന്നു. റിപ്പോർട്ടർ ഇംപാക്ട് മന്ത്രിക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ദീപക് മോഹനുണ്ട്. ദീപക് മോഹൻ, നത്തംകുനിയിലേക്ക് മന്ത്രി എത്തുകയാണ് നേരിട്ട് ബോധ്യപ്പെടുന്നതിനായി. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്കും ഒപ്പം ആ സന്ദർശനത്തിലെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഓവർ ടു യു ദീപക് മോഹൻ. സുജിയ, ഇപ്പോൾ നിലവിൽ മന്ത്രി OR കേളു ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. നത്തംകുനി ആദിവാസി കോളനി സന്ദർശിക്കാനായാണ് ഇപ്പോൾ അദ്ദേഹം എത്തിയിട്ടുള്ളത്. നമ്മൾ ആദ്യം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന സമയത്ത് മിനിസ്റ്ററുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ മാനന്തവാടി MLA-യും പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായ OR കേളുവും ഒപ്പം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരിപ്പോൾ ഈ വീടും പരിസരങ്ങളും എല്ലാം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ഈ പ്രദേശത്തുള്ള വീടുകളിലേക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്? അല്ല, വീടെല്ലാം നിർമ്മിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അവർക്കുള്ള വൈദ്യുതിയും ഇപ്പൊ നമ്മൾ വല്ല ഒരു 3 പീസ് ലൈന് തന്നെ വലിച്ച് ഇവിടെ സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിലേക്ക് ഹൗസ് കണക്ഷൻ കൊടുക്കണം. ഹൗസ് കണക്ഷൻ കൊടുക്കാനുള്ള ഒരു താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ വീടുകളിലും വെള്ളം എത്തേണ്ട ഒരു താമസമുണ്ട്. അപ്പോൾ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുഴൽക്കിണർ കുഴിച്ചു. 2 കുഴൽക്കിണർ കുഴിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. അതുകൊണ്ട് വെള്ളത്തിനുള്ളത് വൈകി. അതുകൊണ്ടാണ് നമ്മൾ ഒരു പമ്പിങ് പദ്ധതി നമ്മൾ ആലോചിച്ച് അതുപ്രകാരം നമ്മൾ എസ്റ്റിമേറ്റും പ്ലാനും ഒക്കെ തയ്യാറാക്കി ഫണ്ട് വാട്ടർ അതോറിറ്റി കൈമാറാക്കി വർക്ക് ടെൻഡർ ചെയ്തു. ഇപ്പോൾ നാളെ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പം വെള്ളം ലഭ്യമായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ഷൻ കൊടുത്ത് നമുക്ക് ആ സോൾഡേഴ്സിനെ നമുക്ക് ഇതിലേക്ക് താമസിപ്പിക്കുന്നതിനോട് തടസ്സമില്ല. പിന്നെയുള്ളത് ശേഷിക്കുന്നത് റോഡാണ്. അപ്പോൾ റോഡിന് വേണ്ടിയിട്ടുള്ള കണ്ടല്ലോ, നമ്മളിപ്പോൾ വന്ന റോഡ് പൂർണ്ണമായിട്ടും കുറച്ച് കുത്തനെയുള്ളതും മൺ റോഡുമാണ്. അപ്പോൾ അതൊന്ന് കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറോ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ എസ്റ്റിമേറ്റും പ്ലാനും ഒക്കെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. റോഡ് വൈകിയാലും നമുക്ക് വെള്ളവും വൈദ്യുതിയും ഉറപ്പാക്കി കൊണ്ട് മാത്രമേ ഈ കുടുംബങ്ങളിൽ നമുക്ക് താമസിപ്പിക്കാൻ സാധിക്കുള്ളൂ. എല്ലാ വീടുകളും സന്ദർശിക്കുന്നുണ്ട്. അതെ. ഇപ്പോൾ കാലപ്പുഴ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാം മാറ്റി പാർപ്പിച്ചു. അപ്പോൾ അതൊരു ചെറിയൊരു താമസമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വളരെ വേഗത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്ത് എല്ലാ കുടുംബത്തിനും ഇത് താമസിക്കാനുള്ള സൗകര്യമാക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ കൂടെയുണ്ട്. സുജയ പാർവതി, മിനിസ്റ്റർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ 139 വീടുകളാണ് ഇവിടെയുള്ളത്. അതിൽ 39 വീടുകളിൽ മാത്രമാണ് ആളുകൾ താമസിക്കുന്നത്. ബാക്കിയുള്ള വീടുകളിലൊക്കെ തന്നെ വാസയോഗ്യമായ രീതിയിൽ പണി പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഈ വെള്ളവും അതോടൊപ്പം വഴിയുടേതുമാണ്. ആ 2 കാര്യങ്ങളിലും ഉടനടി പരിഹാരം കാണുമെന്നാണ് മിനിസ്റ്റർ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയത്. ശരി, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നത്തംകുനി സെറ്റിൽമെന്റ് ആണ്. നത്തംകുനി സെറ്റിൽമെന്റ് ITDPയുടെ സെറ്റിൽമെന്റ് ആണ്. അതിനായി നിശ്ചയിച്ചിരിക്കുന്ന പദ്ധതി പ്രദേശത്ത് കാട് പിടിച്ചു കിടക്കുന്നത് മന്ത്രി ഇപ്പോൾ നേരിട്ട് കാണുകയാണ്. ഈ പ്രദേശത്തിന്റെ ദുരിതമാണ് ഞങ്ങളുടെ പ്രതിനിധി ദീപക് മോഹനും വാർത്താസംഘവും ഈ പുനരധിവാസത്തെക്കുറിച്ച് ആലോചനകൾ തുടങ്ങിയ വേളയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ മന്ത്രി ആ ദുരവസ്ഥ നേരിട്ട് കാണാൻ എത്തുകയാണ്. മന്ത്രിയുടെ ഈ വരവിനെ നമ്മൾ സർവാത്മനാ സ്വാഗതം ചെയ്യുന്നു. ഇടപെടലായി മാറുന്നു നമ്മുടെ വാർത്ത. നത്തംകുനിയിൽ 139 വീടുകൾ, അതിൽ 30 എണ്ണത്തിൽ മാത്രമാണ് ആളുകൾ താമസിക്കുന്നത്. അവിടെ മുഴുവൻ പുല്ല് വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാം. ആ പുല്ലൊക്കെ ചെത്തിയൊതുക്കി അവിടേക്ക് വെള്ളവും വഴിയും വൈദ്യുതിയും ഒക്കെ കൃത്യമായി എത്തിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ കഴിയുന്ന വാസയോഗ്യമായ വീടുകളാണ്. ചിലതിനൊക്കെ തറ കെട്ടിയിട്ടിട്ടേ ഉള്ളൂ. എന്നാൽ പൂർത്തിയാക്കിയ വീടുകൾ അവിടെ പലയിടങ്ങളിലുമുണ്ട്. അവിടെയൊക്കെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത്. അതിനുള്ള വിവരങ്ങൾ നമ്മുടെ പ്രതിനിധി അവിടെ ചോദിക്കുന്നുമുണ്ട്. ഇപ്പോൾ മന്ത്രി നേരിട്ട് കാണുകയാണ് നത്തംകുനിയിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നുള്ളത്. കഴിഞ്ഞ വർഷം തന്നെ പൂർത്തിയായ വീടുകളാണ്. അതിൽ 30 ഇടങ്ങളിൽ മാത്രമാണ് ആളുകൾ താമസിക്കുന്നത്. അവിടേക്ക് മന്ത്രി എത്തുകയാണ്. മന്ത്രി OR കേളു നേരിട്ട് കാണുകയാണ് നത്തംകുനിയിലെ ITDP സെറ്റിൽമെന്റ് ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന വീടുകൾ. ദീപക് മോഹൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ദീപക് മോഹൻ, മന്ത്രിയിൽ നിന്ന് നമുക്കിനി അറിയേണ്ടത് ആദ്യത്തെ DPRൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, കുഴൽക്കിണർ, റോഡ്, ഇതൊക്കെ ആദ്യത്തെ DPRൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണോ അതോ ഇനി കൂട്ടിച്ചേർക്കേണ്ടതാണോ? ഇക്കാര്യത്തിൽ പഞ്ചായത്തിൽ പോലും ഈ വീടുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. രേഖകളിൽ ഉൾപ്പെടാതെ അവിടെ വന്ന് താമസിക്കുന്ന ആളുകളാണ്. പൂർണ്ണമായും എല്ലാ കാര്യങ്ങളിലും ഒരു പുനർവിന്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ദീപക്?
സുജയ പാർവതി, നിലവിൽ ഇവിടെ താമസിക്കുന്ന ആളുകൾ മന്ത്രിയെ കാണാനായി എത്തിയിട്ടുണ്ട്. മന്ത്രി ഇപ്പോൾ നേരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ DPRുമായി ബന്ധപ്പെട്ട് ഇവിടെ റോഡും അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെയും കാര്യങ്ങൾ DPR പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മന്ത്രിയോട് ചോദിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല ഇനി ഏത് തരത്തിലായിരിക്കും ഇവിടെയുള്ള പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലായിരിക്കും ഇടപെടലുകൾ നടക്കുക എന്നുള്ള കാര്യം കൂടി അറിയണം. ഏതായാലും ഈ തൊട്ടടുത്ത നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായ വീടുകളെല്ലാം തന്നെ മന്ത്രി ഇപ്പോൾ സന്ദർശിക്കുന്നുണ്ട്. നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളും ഒപ്പം സന്ദർശിക്കുന്നു. ഇവിടെയുള്ള വീട്ടുകാരെല്ലാം തന്നെ ഈ ഭാഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടെ അവർക്ക് കിണറില്ല. നേരത്തെ 2 കുഴൽക്കിണറുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നെങ്കിലും ആ വെള്ളം എത്താത്തതിനാൽ തന്നെ ഇവിടെ ഈ ഭാഗത്തേക്ക് പലരും താമസത്തിനായി എത്താറില്ല എന്നുള്ളൊരു ദുരിതപൂർണമായ കാര്യം നമ്മളോട് പങ്കുവച്ചിരുന്നു. അതിനൊരു ശാശ്വതമായ പരിഹാരം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മന്ത്രി ഇന്നിപ്പോൾ ഈ നത്തംകുനി സെറ്റിൽമെന്റ് സന്ദർശിക്കുന്നത്. ഏതായാലും ഈ DPRുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മന്ത്രിയിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. 139 വീടുകൾ ഇവിടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച് വാസയോഗ്യമാക്കിയിരുന്നു. മാത്രമല്ല 32 കിലോമീറ്ററോളം തന്നെ ഈ സെറ്റിൽമെന്റിന്റെ ഉള്ളിലേക്ക് റോഡുകളുമുണ്ട്. പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഓട്ടോയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങളോ എത്തില്ല. മാത്രമല്ല വെള്ളത്തിനും ഇവർ വലിയ തോതിൽ ബുദ്ധിമുട്ടാണ്. ഈ കാരാപ്പുഴ പദ്ധതിയുടെ സമീപത്ത് താമസിക്കുന്ന 39ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത് ഈ കുന്നിൻ ചെരുവിൽ ചെറിയ രീതിയിൽ കുഴികളെല്ലാം കുഴിച്ച് ആ ഭാഗത്തു നിന്നുള്ള വെള്ളമാണ് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്നത്. മാത്രമല്ല അവർ കിലോമീറ്ററുകളോളം ചുമന്നാണ് വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതും. പ്രായമായ ആളുകളും കുട്ടികളും എല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഏതായാലും മന്ത്രി ഇപ്പോൾ ഇവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം, അതായത് കുടിവെള്ളവും വഴിയുമായി ബന്ധപ്പെട്ട ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം മന്ത്രിയോടൊപ്പം വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഇവിടെ ഈ മന്ത്രിയെ സന്ദർശിക്കാനായി നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഒരു നടപടി കൈക്കൊള്ളുമെന്ന് തന്നെയാണ് വയനാട്ടുകാരുടെ പ്രതീക്ഷ. കാരണം വയനാട്ടിൽ നിന്നുള്ളൊരു മന്ത്രി ആയതുകൊണ്ട് തന്നെ മന്ത്രി ഉടനടി ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണുമെന്ന് കൂടി തന്നെയാണ് വയനാട്ടുകാർ നോക്കിക്കാണുന്നത്. സുജയ, നത്തംകുനിയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ദീപക് മോഹൻ. ദീപക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമം ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ്. അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ നമുക്ക് ഈ വിഷയത്തിൽ തുടരാം. നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. ദീപക് അവിടെ നേരിട്ടെത്തി അവിടെ കിടക്കുന്ന വീടുകളുടെ അവസ്ഥ മന്ത്രിയുടെ മുന്നിലേക്ക് വെച്ചതാണ്. ഒരു സങ്കട ഹർജിയായി നമ്മൾ മുന്നിൽ വെച്ചു. അതിലേക്ക് കൃത്യമായി റിപ്പോർട്ടറിലൂടെ തന്നെ ഇപ്പോൾ മന്ത്രി പ്രതികരിക്കാൻ തയ്യാറാകുന്നു. ഒപ്പം നമുക്കൊപ്പം ചേരുന്നു. ഈ DPRൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അത് ചോദിക്കാം. ദീപക്, കേളോട്ടാ, നിലവിൽ നേരത്തെ ഈ ITDPയുടെ സെറ്റിൽമെന്റിൽ DPRൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, അതിനെപ്പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ്? DPRൽ ഇപ്പോൾ ഉള്ളത് വെച്ചാൽ ആ ഒരു കുടുംബത്തിന് 10 സെന്റ് പിന്നെ ഭൂമിയാണ്. 10 സെന്റ് ഭൂമി, അതിൽ ഈ പറഞ്ഞ പോലെ വീട്, പിന്നെ ഇവിടുത്തെ വൈദ്യുതി, പിന്നെ ഇവിടുത്തെ കുടിവെള്ളം, ഇവിടുത്തെ റോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് DPRൽ മെയിനായിട്ടുള്ളത്. ഈ റോഡിന്റെയും വെള്ളവും കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് എന്താ ഇനിയിപ്പം അടുത്ത പരിപാടി? അതായത് ഇവർക്ക് കൃത്യമായി വെള്ളം എത്താനും അതേപോലെ തന്നെ വഴിക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ? അല്ല, വഴിക്ക് ഞാൻ പറഞ്ഞില്ല. വഴിക്ക് നമ്മളിപ്പോ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. PWDയിലാണ് നമ്മൾ ചുമതലപ്പെടുത്തിയത്. അപ്പൊ PWDക്ക് ഫണ്ട് ലഭ്യം അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ട് ഇങ്ങോട്ട് മൺറോഡാണല്ലോ, ഏതായാലും കുറച്ച് ദൂരമുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഫണ്ട് നമ്മൾ ലഭ്യമാക്കി നമ്മൾ ഈ റോഡ് നമ്മൾ കോൺക്രീറ്റോ ടാറോ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ വൈദ്യുതി അറിയില്ല, വൈദ്യുതി എത്തി നിൽക്കുകയാണ് ഇവിടെ. വൈദ്യുതി ഉണ്ട്, പക്ഷേ വെള്ളത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വെള്ളത്തിന്റെ അതിനാണ് നമ്മൾ ഒരു പിന്നെ വെള്ളം കുടിച്ചിട്ട് അവിടെ നിന്ന് പമ്പിങ്, അതിന്റെ പദ്ധതിയാകുമ്പോൾ നമ്മളെല്ലാ നടപടിക്രമം പൂർത്തീകരിച്ച് ടെൻഡർ കഴിഞ്ഞിട്ട് ടെൻഡർ എടുത്തു. ആ ടെൻഡർ എടുത്ത ആൾ ഇപ്പം നാളെയോ മറ്റന്നാളോ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. യുദ്ധകാലാടിസ്ഥാനത്തിൽ നമുക്ക് 1 മാസത്തിനടുത്തിൽ പൂർത്തിയായാൽ വെള്ളം എന്തുണ്ടായിട്ടും വെള്ളം ഇല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കാര്യങ്ങൾ നടക്കൂലല്ലോ. ആ വെള്ളത്തിന്റെ ഒരു തടസ്സം മാത്രമാണ് നമുക്കുള്ളത്. പിന്നെ എല്ലാ വീടിനും ഹൗസ് കണക്ഷൻ കൊടുക്കണം. വൈദ്യുതി കണക്ഷൻ നമ്മൾ കൊടുക്കണം. അത് കഴിഞ്ഞാൽ പൂർണ്ണമായി. മറ്റൊന്ന്, ഈ കൈവശരേഖയുമായി ബന്ധപ്പെട്ട് മേപ്പാടി പഞ്ചായത്തിൽ വെച്ച് കൈമാറിയ ഒരു രേഖ മാത്രമേ ഇവരുടെ പക്കലുള്ളൂ. അവർക്ക് ഇപ്പോഴും മേപ്പാടി പഞ്ചായത്തിലായാലും അമ്പലവയൽ പഞ്ചായത്തിലായാലും കൃത്യമായിട്ടുള്ള രേഖകളൊന്നും തന്നെയില്ല. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുമോ? ഇല്ല, നമ്മൾ ഒരു കുടുംബത്തിന് ഇപ്പോൾ 10 സെന്റ് ഭൂമിയാണല്ലോ കൊടുക്കുന്നത്. ആ 10 സെന്റിന്റെ രേഖ അവർക്ക് കൊടുക്കും, ആ കുടുംബത്തിന് കൊടുക്കും. അതിൽ തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. അതാണ് അവരുടെ ആധികാരികമായിട്ടുള്ള രേഖ എന്ന് പറയുന്നത്.
ഏകദേശം 32 കിലോമീറ്ററോളം ഉൾഭാഗത്തൂടെ മൺ റോഡുകളുണ്ട്. പക്ഷെ മിക്ക റോഡുകളും കാട് മൂടി കിടക്കുകയാണ്. ടാറിങ് ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് അതിൽ ഗതാഗത യോഗ്യമാവുമല്ലോ. അതെ, ഭൂമി ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാലോ, വലിയ ഒരു കുഴപ്പമില്ലാത്ത ഒരു ഭൂമിയാണ് ഇത്. ഈ മണ്ണാണെങ്കിലും കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാറക്കെട്ടുകളോ മറ്റൊന്നും ഇതൊന്നും അങ്ങനെ ഇല്ല. ഏകദേശം നല്ല ഒരു മണ്ണ് ഉള്ള ഒരു ഭൂമി ആയതുകൊണ്ട് തന്നെ റോഡെല്ലാം മൺ റോഡ് തന്നെ ആയിരിക്കും. ഇപ്പോൾ വലിയ വിസ്തൃതി ഉള്ളത് കൊണ്ട് തന്നെ മെയിൻ റോഡിന് പുറമെ ഈ പ്രദേശം എത്തിക്കഴിഞ്ഞാൽ സങ്കേതത്തിൻ്റെ ഉള്ളിൽ കൂടി ചെറിയ ചെറിയ റോഡുകളൊക്കെ വേണം. ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ റോഡുകളൊക്കെ ഇവർക്ക് ആവശ്യമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ച് പോകേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. 139 വീടുകളുണ്ട്. അതിൽ 39 വീടുകളിൽ മാത്രമേ ആളുകൾ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക വാടകയ്ക്കൊക്കെ ഈ ദുരന്തബാധിത ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി താമസിക്കുന്നവരും പരിഗണിച്ചിട്ടുണ്ടോ? നമ്മൾ ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ ഈ ചൂരൽമലയിൽ നിന്ന് കുറേ ആൾക്കാരെ ഇപ്പം നമുക്ക് അവിടെ മാറ്റി പറയാം. 599 ഫാമിലിയാണ് ചൂരൽമലയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ സ്കൂളുകളിലേറ്റവും ഉള്ളത്. ആ സ്കൂളിൽ താമസിക്കുന്ന 599 കുടുംബത്തെ നമ്മൾ മറ്റിതര വീടുകളിലേക്ക് അല്ലെങ്കിൽ വാടക വീടുകളിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള കെട്ടുകളിലേക്ക് മാറ്റാനുള്ള ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ ഉള്ള ചില കാര്യങ്ങളിൽ നമുക്ക് ഇനി ആ പ്രദേശം മുഴുവൻ മന്ത്രിയെ ഒന്ന് കാട്ടിക്കൊടുക്കേണ്ടതുണ്ട്. കാരണം അവിടെ സ്ഥലം ഏറ്റെടുത്തു, വീടുകൾ പണിതു, ITDP പ്രോജക്റ്റ് എന്ന് ആ വീടുകൾക്ക് മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രോജക്റ്റ് കംപ്ലീറ്റഡ് പ്രോജക്റ്റ് എന്ന രീതിയിലായിരിക്കാം സർക്കാരിന്റെ രേഖകളിൽ ഉണ്ടാവുക. ഇങ്ങനെ കംപ്ലീറ്റഡ് പ്രോജക്റ്റ് എന്ന സർക്കാർ രേഖകളിലുള്ള പദ്ധതികളിൽ പലപ്പോഴും സംഭവിക്കുന്നത് പൂർണ്ണമായും അത് പ്രയോജനപ്പെടേണ്ട ആളുകൾക്ക് അവർക്ക് കിട്ടേണ്ട രീതിയിൽ കിട്ടാതെ വരിക എന്നതാണ്. ഇവിടെയും സമാനമായ രീതിയിൽ ചിലത് പൂർത്തിയാക്കിയിട്ടില്ല. അടിത്തറ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. അതിനു ചുറ്റും ആൾപ്പൊക്കത്തിൽ പുല്ല് വളർന്നു കിടക്കുകയാണ്. ആ പുല്ല് ചെത്തിമിനുക്കി ആ വീടുകൾ വാസയോഗ്യമാക്കിയാൽ നോക്കൂ, ആ വീടുകൾ കണ്ടാൽ നമുക്കറിയാം. മന്ത്രി ഇപ്പോൾ അകത്തേക്ക് കയറുന്നുണ്ട്. നമുക്കും ഒപ്പം പോകാം, ദൃശ്യങ്ങളിലേക്ക് പോകാം. ദീപക്, അതായത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഒരു വീട്, പൂർണ്ണമായും വാസയോഗ്യമായ വീട്, അതിൽ താമസിക്കുന്ന ആളുകൾ. ഇതുപോലെ മറ്റു കുടുംബങ്ങൾക്ക് വന്ന് താമസിക്കാം. നാച്ചുറൽ ആംബിയൻസിലേക്ക് പോകാം. വെള്ളത്തിന്റെ നമ്മൾ ഇവിടെ തന്നെ ശരിയാക്കും. ഇപ്പൊ നാളെ മറ്റന്നാൾ തന്നെ പണി തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിന്റെ വിഷയം നമുക്ക് പരിഹരിക്കാം. അപ്പോൾ ഗ്യാസ് കണക്ഷനൊക്കെ അടക്കണം, കറണ്ട് ഉണ്ടല്ലോ, വൈദ്യുതിയൊക്കെ കൃത്യമായിട്ട് അടക്കണം എല്ലാ മാസവും. അല്ലെങ്കിൽ അത് കട്ട് ചെയ്തായി ഇവിടെ വേറെ എന്താ ബുദ്ധിമുട്ടുള്ളത്? വെള്ളം നമ്മള് റോഡിന്റെ പിന്നെ വെള്ളത്തിന്റെ ഒക്കെ ഇങ്ങനെ അസുഖമൊക്കെ വരാണെങ്കിൽ പെട്ടെന്ന് റോഡ് സൗകര്യം വേണം അല്ലേ? എത്ര പേരെ വീട്ടിൽ താമസിക്കുന്നു? ഞങ്ങള് അമ്മയും മക്കൾ 4 പേര്, 5 പേര് ചെറുതിനെ കൂട്ടി. ഇപ്പൊ ചാർജ് കറണ്ട് ചാർജ് അടക്കാറുണ്ടോ? എത്ര വരും മാസം? ഞാൻ മക്കളൊക്കെ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ചാർജ് പിന്നെ മൊത്തമാറ് അടയ്ക്കല്ലോ. കല്ല് കുഴിച്ചിട്ട് കൊടുക്കണം. കറക്റ്റ് 10 സെൻറ്റ് തിരിച്ചിട്ട് സർവേ കല്ലുകൾ എല്ലായിടത്തും റോഡിൻ്റെ ബൗണ്ടറി കിട്ടും. നാലുപേരാണ് താമസിക്കുന്നല്ലേ? ഇത് പഞ്ചവത്തിന്റെ ഒരു വീടാണ്. ഇത് അതേ അതേ തൊഴിലുകാർ ചെയ്താൽ എന്നെക്കാൾ കുറച്ചും കൂടി വെൽപ്പുണ്ടാകും. ഇത് 475 സ്ക്വയർ ഫീറ്റ്, 500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതൊന്നും 2019-20 കാലഘട്ടങ്ങളിൽ പണി കൊടുത്തിട്ടുള്ളതാണ്. 25-ാണ് ഏകദേശം രണ്ട് ബെഡ്റൂം. അതൊക്കെ അങ്ങനെയൊക്കെ
ചാറ്റിൻ്റെ പ്രശ്നമൊക്കെ തീരും. ചൂട് പിന്നെ നല്ല മണ്ണാണ്, കാരണം കൃഷിയൊക്കെ ചെയ്യാൻ നല്ല മണ്ണ്, ഇളക്കമാണ്. അപ്പൊ നമ്മള് എന്താ പേരുണ്ട്? ആ ശരി ചേച്ചി. അപ്പൊ നമ്മളിപ്പോ വെള്ളത്തിന്റെ പണി നാളെ മറ്റന്നാൾ തുടങ്ങും. അപ്പൊ വെള്ളം തന്നെ വേഗം എല്ലാവർക്കും ഹൗസ് ഫംഗ്ഷൻ തരും. ഹൗസ് ഫംഗ്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താ ഒരു കുഴപ്പമെന്നറിയാം, കറണ്ട് ബില്ല് അടയ്ക്കുന്ന പോലെ. ശരി, അതിന് ശരി, എല്ലാവരും കൂടി ഉള്ളതിന് ചെറിയ പൈസ വേണ്ടു. ചെറിയ പൈസയെ വേണ്ടുള്ളൂ. അപ്പം കറണ്ട് പൈസ നമ്മൾ അടയ്ക്കണം. അവിടെ നമ്മള് അതിൽ കുറെ ആൾക്കാർ കറണ്ട് ബില്ല് അടയ്ക്കാതെ കട്ട് ചെയ്ത് പോയി. അത് ചെയ്യുന്ന ടി വി പോയി, ഗവൺമെന്റ് ടി വി പോയി OR കേളു മന്ത്രി നത്തംകുനിയിൽ എത്തിയിരിക്കുകയാണ്. റിപ്പോർട്ടർ വാർത്താ സംഘം അവിടെ കണ്ടതാണ് ആ ദുരവസ്ഥ. നേരിട്ടിപ്പോൾ മന്ത്രിയും കാണുകയാണ്. അവിടെ ആദിവാസികൾക്കായി, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ഒക്കെ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ, അതിന്റെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ടിൽ വരുന്ന കാര്യങ്ങൾ അതേപടി നടപ്പാക്കുന്നുണ്ടോ എന്നതുകൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. DPRൽ പറയുന്നത് പോലെയാണോ ഈ പദ്ധതി നിർവഹിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ DPRൽ ഉൾപ്പെട്ട 10 സെന്റിലേക്കുള്ള വഴി എവിടെ, 10 സെന്റിലേക്കുള്ള വെള്ളം എവിടെ, 10 സെന്റിലേക്കുള്ള വൈദ്യുതി എവിടെ? പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ DPRലുള്ള സാധനങ്ങൾ എവിടെ പോയി എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. വെള്ളത്തിന് കണക്ഷൻ നൽകുമെന്നിപ്പോൾ മന്ത്രി ബോധ്യപ്പെടുമ്പോൾ ഉറപ്പ് നൽകുകയാണ്. ഇത് നേരെ